RSS കൂടിക്കാഴ്ചയെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടെന്ന് MV ഗോവിന്ദൻ. സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന വാദം അസംബന്ധം. എല്ലാ മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന് VD സതീശൻ. അജിത് കുമാർ RSS കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കുഞ്ഞാലിക്കുട്ടി. UDF-ഉം CPM-ഉം തമ്മിൽ അന്തർധാരയെന്ന് K. സുരേന്ദ്രൻ. നാലാം ദിനവും കുടിവെള്ളമില്ലാതെ വലഞ്ഞ് തലസ്ഥാനവാസികൾ. നഗരത്തിൽ ജലവിതരണം വൈകും. പുലർച്ചെ ആരംഭിച്ച പമ്പിംഗ് നിർത്തിവെച്ചു. നടപടി വാൽവിൽ ചോർച്ച കണ്ടതിനെ തുടർന്ന് 4 മണിയോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിലാക്കിയ നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിൽ. കുഞ്ഞിന് 2 ദിവസം പ്രായം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. റഷ്യ യുക്രൈൻ പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ. ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക്. നീക്കം റഷ്യ യുക്രൈൻ പ്രസിഡന്റുമായി മോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. നടൻ ബാബുരാജിനെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം. പരാതിക്കാരിയെ പീഡനം നടന്നുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇടുക്കി ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ നാട്ടുകാർ. അതീവ പരിസ്ഥിതിലോല മേഖലയിലെ കയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെയെന്ന് ആരോപണം. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ബെലാറൂസ് താരം അരീന സെബലങ്കയ്ക്ക്. ജയം US താരം ജെസിക്ക പെഗുലയെ തകർത്ത്. സെബലങ്കയുടെ ആദ്യ US ഓപ്പൺ കിരീടം നേട്ടം. വാർത്തയിലേക്ക്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് CPM-മായി കൂട്ടിക്കെട്ടേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെ കണ്ടാലും പാർട്ടിക്ക് പ്രശ്നമില്ല. വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നും MV ഗോവിന്ദൻ കാസർഗോഡ് പറഞ്ഞു. ഞങ്ങൾ ആ ഒരു വിവാദത്തിനുമില്ല. ADGP-യോ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല. ആരെ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ CPM-നുമായി അതിനെ കൂട്ടിക്കെട്ടണ്ട. CPM-ന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJP-യോട് എന്ത് സമീപനമാണ് എന്ന് അറിയാത്ത ഒരൊറ്റ ആള് ഈ കേരളത്തിലില്ല. ADGP RSS കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ പൂരം കലക്കാനാണ് കൂടിക്കാഴ്ചയെന്ന് താൻ പറഞ്ഞിട്ടില്ല. കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ നിയോഗിച്ചതെന്നും VD സതീശൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. പൂരം കലക്കാന്നുള്ളത് CPM-ന്റെയും BJP-യുടെയും പോലീസിന്റെ CPM-ന്റെയും BJP-യുടെയും പ്ലാനായിരുന്നു. അത് പോലീസ് വഴി നടപ്പാക്കി. മുഖ്യമന്ത്രി ഇതിനു മുമ്പും ഉദ്യോഗസ്ഥന്മാരെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ വേറെ ആരോ പറഞ്ഞു എന്താണ് തൃശ്ശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവര് തമ്മിൽ കണ്ടതെന്ന്. പ്രതിപക്ഷത്തിന് മറുപടിയായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം